ക്രിസ്ത്യൻ ഹിന്ദു സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ ബി ജെ പിയിലേക്ക് പോവുകയും അവർ വിചിത്രമായ രീതിയിൽ മുസ്ലിം വിദ്വേഷം പരത്തുകയും ചെയ്യുന്നു. അതിൽ സമുദായങ്ങൾ, ഇപ്പം ഹിന്ദു സമുദായത്തിലെ പ്രധാനപ്പെട്ട സമുദായ സംഘടനകളൊന്നും അതിലൊരു കറക്റ്റീവ് മെക്കാനിസമായി പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. NSSO SNDPയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഹിന്ദു സമുദായത്തിലെ മറ്റ് സാമുദായിക സംഘടനകളോ പ്രകടമായി വർഗീയത പറയുന്നില്ലെങ്കിലും അതിൻ്റെ ചില നേതാക്കളെങ്കിലും പറയുന്നു, അതിൻ്റെ ചില അനുയായികളെങ്കിലും പറയുന്നു. അവരോട് അത് ശരിയല്ല, അത് വർഗീയത പറഞ്ഞിട്ടല്ല കേരളത്തിൽ ഒരു സമുദായം നിലനിൽക്കേണ്ടത് എന്ന് പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. മതത്തെ രാഷ്ട്രീയമായി ബന്ധപ്പെടുത്തുന്നതിനോ രാഷ്ട്രീയത്തിൽ മതം ഉപയോഗപ്പെടുത്തുന്നതിനോ ഈ രണ്ട് സമുദായത്തിലും കാര്യമായൊരു ശ്രമമുള്ളതായിട്ട് ഞാൻ സൂക്ഷിച്ചു നോക്കിയിട്ടും കണ്ടിട്ടില്ല. അതായത് ഈ സമുദായത്തിൽ വർഗീയത വളരുന്നുണ്ട് എങ്കിൽ അതിന് ചിലപ്പോഴെങ്കിലും അതിന് സഹായകരമായ നിലപാട് ഈ അതത് സമുദായങ്ങളിൽ നേതാക്കന്മാർ പുലർത്തുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ ഏകദേശം 30% ജനസംഖ്യയുള്ള മുസ്ലിം സമൂഹത്തിൽ ഇങ്ങനെയല്ല. ആഗോളമായിട്ട് തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാം, രാഷ്ട്രീയ ഇസ്ലാം അതിന് ശക്തി പ്രാപിക്കാനുള്ള ഓരോ അവസരത്തിലും അത് തെറ്റാണ് എന്ന് സമുദായത്തോടും സമൂഹത്തോടും പറയുന്ന ഒരു വളരെ ജാഗരൂകമായ ഒരു നേതൃത്വം കേരളത്തിലെ മുസ്ലിം സമുദായത്തിനുണ്ട് എന്നുള്ളത് ചരിത്രപരമായ ഒരു വസ്തുതയാണ്. ഇപ്പോൾ കേരളത്തിലെ 2 സമസ്ത വിഭാഗങ്ങളും അവർ 1926 രൂപം കൊണ്ട സമസ്തയാണ്. അതിൽ 2 പേരും അടിസ്ഥാനപരമായിട്ട് ഒരേ നിലപാടുകൾ പുലർത്തുന്നവരാണ്. അവർ എന്ന് രൂപം കൊണ്ടുപോകും അക്കാലം മുതൽ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊണ്ടതാണ്. രാഷ്ട്രീയ ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തോടുള്ള നിരന്തരമായ കലഹത്തിൻ്റെയും സമരത്തിൻ്റെയും ചരിത്രമാണ് ഈ സമുദായത്തിനും ഈ സമുദായ സംഘടനകൾക്കുമുള്ളത്.